നമസ്കാരം, സുമൻ സാറാണ്. നമ്മളിന്ന് +2 സേ ഇംപ്രൂവ്മെന്റ് റെഗുലർ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഡിറ്റർമിൻസിലെ ഒരു ഉറപ്പായിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇതൊക്കെ ചെയ്ത് പഠിച്ചോണം. ഇങ്ങനെയുള്ള ക്വസ്റ്റൻസുകൾക്ക് എക്സാമിന് എപ്പോഴും വരും. ഇനി ഇത് ചെയ്തില്ല എങ്കിൽ, ഇങ്ങനെയുള്ള ഒരു ഈസി ക്വസ്റ്റൻ വന്നിട്ട് ചെയ്തില്ല എങ്കിൽ ടീച്ചേഴ്സിന് നിങ്ങളുടെ പേപ്പറിനോടുള്ള മനോഭാവം തന്നെ മാറിയേക്കാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് എളുപ്പമുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ട് വന്നാൽ നല്ല കൃത്യമായിട്ട് ചെയ്തേക്കണം. ഓക്കെ, ഇതെങ്ങനെ ചെയ്ത് നോക്കിക്കേ. ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. അപ്പൊ ഇത് 1-3 ആണ്, ഇതാരാണ് 2-7 ആണ്. ഓക്കെ, ഈ രണ്ട് പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ ലൈനിൽ തന്നെ മറ്റൊരു പോയിന്റ് നമ്മളായിട്ട് കൊണ്ട് മാർക്ക് ചെയ്യും. പോയിന്റ് അറിയാത്തതുകൊണ്ട് അതിന് XY എന്ന് പേരിട്ടു. ഓക്കെ, അപ്പൊ ഈ ലൈനിൽ ഇപ്പൊ എത്ര പോയിന്റ്സ് ആയി? ഓൾറെഡി 2 പോയിന്റ്സ് അവർ തന്നിരുന്നു, മറ്റൊരു പോയിന്റ് നമ്മളായിട്ട് മാർക്ക് ചെയ്തു. അപ്പൊ എത്ര പോയിന്റ്സ് ആയി? 3 പോയിന്റ്സ്. ഈ 3 പോയിന്റ്സ് ഒരേ ലൈനിൽ ഒരേ ലൈനിലുള്ള പോയിന്റ്സുകളെ വിളിക്കുന്ന ഒരു പേരുണ്ടല്ലോ, എന്തായിരുന്നു? കൊളീനിയർ. കൊളീനിയർ ആണെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ ആരായിരിക്കും? 0. ശരിയല്ലയോ? ഈ 3 ഇങ്ങനെ ഒരു ഒറ്റ ലൈനില് 3 പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ ജോയിൻ ചെയ്ത ട്രയാങ്കിൾ കിട്ടിയോ? ഇല്ല. പക്ഷെ ഇത് 3ഉം നോൺ കൊളീനിയർ ആണോ? ഒരു ഒറ്റ ലൈനിലല്ല. അപ്പൊ ഇത് വരയ്ക്കുമ്പോൾ നമുക്ക് ട്രയാങ്കിൾ കിട്ടും, ഏരിയ കിട്ടും. അപ്പോൾ കൊളീനിയർ പോയിന്റ്സ് ആണെങ്കിൽ ഏരിയ കിട്ടില്ല, 0 ആയിരിക്കും. നോൺ കൊളീനിയർ ആണെങ്കിൽ ഏരിയ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഏരിയ ഈക്വൽ എത്രയാണ്? 0 എന്നുള്ളതാണ് കൺസെപ്റ്റ്. അതിന്റെ ഫോർമുല നമ്മൾ ഹാഫ് ഇൻറ്റു. ഓക്കെ, ഏരിയ ഓഫ് ട്രയാങ്കിൾ പഠിച്ചിരുന്നോണം, ഉറപ്പായിട്ട് ചോദിക്കും. ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്: x1 x2 x3 y1 y2 y3 1 1 1 ഈക്വൽ ടു 0. ഇതാണ് കേട്ടോ, ഇതാണ് ഏരിയ ഓഫ് ട്രയാങ്കിളിന്റെ ഫോർമുല എന്നുള്ളത് പഠിച്ചിരുന്നോണം. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു. ഞാൻ ഇതിവിടെ ഫിൽ ചെയ്യുന്ന എല്ലാവരും കണ്ടോണേ. x1 x2 x3 മീൻസ് എക്സ് കോർഡിനേറ്റ്സ് ഉണ്ടല്ലോ. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 1, ഇവിടെ 2, ഇവിടെ ആരാണ് എക്സ്. അതങ്ങോട്ട് ഫസ്റ്റ് കോളത്തിൽ എഴുതണം. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ ക്ലാസ് ഒക്കെ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ നോക്കുക. പലർക്കും മാത്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയാണ്, മനസ്സിലാവുന്നില്ല, എന്തൊക്കെയോ പഠിപ്പിക്കുന്നു, ഏത് പഠിക്കണമെന്ന് അറിയില്ല. അതിനെല്ലാ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞുതരും. നിങ്ങൾക്ക് എക്സാമിന് വേണ്ട കൃത്യമായിട്ട് പഠിക്കേണ്ട ക്വസ്റ്റിനും ആൻസറും ഏതാന്ന് പറയും, ഏത് ഓർഡറിലാണ് പഠിക്കണമെന്ന് പറയും. എല്ലാം തന്നുകൊണ്ടുള്ള ക്ലാസ് ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം ബാക്കി. ഓക്കെ, അപ്പൊ ഈ 1 to x എഴുതിയ ഏതൊക്കെയാ? 1 2 x. അതുപോലെ രണ്ടാമത്തെ 3 7 y. അത് രണ്ടാമത് കൊണ്ട് എഴുതണം, 3 7 y. മൂന്നാമത് എപ്പോഴും 1 1 1. അതിന് മാറ്റമേ ഇല്ല. ഈക്വൽ എത്രയാണെന്ന് എഴുതുക? 0. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യണേ. ഈ ഹാഫിനെ ഒന്ന് പുറത്തിട്ടിട്ട് ഈ ഡിറ്റർമിനെ എക്സ്പാൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഈ 3 നമ്പറിൽ തുടങ്ങുന്ന 3 ബ്രാക്കറ്റ് 1 ഇൻറ്റു -3 ഇൻറ്റു +1 ഇൻറ്റു ഈക്വൽ ടു 0. ഇങ്ങനെയാണേ. 1 ഇൻറ്റു എന്ന് പറയുമ്പോൾ 1 കണ്ടുകഴിഞ്ഞാൽ റോയും പോയി കോളം പോയി കഴിഞ്ഞാൽ ബാക്കി 4 പേരെ കണ്ടോ? 7 1 y 1. എന്നിട്ട് ഈ പ്രോഡക്റ്റ് മൈനസ് ഈ പ്രോഡക്റ്റ്. അപ്പൊ 7 ഇൻറ്റു 1 7 മൈനസ് y ഇൻറ്റു 1 y. ഓക്കെ, അപ്പോൾ ഒന്നാമത്തേതായി 1 ഇൻറ്റു എന്നുള്ള ബ്രാക്കറ്റിൽ ഈ 4 പേരുണ്ട്. ഈ 4 പേരിൽ ഈ പ്രോഡക്റ്റിൽ നിന്നും ഈ പ്രോഡക്റ്റിനെ മൈനസ് ആണ്, ഡിറ്റർമിനന്റ് ആണ് കേട്ടോ. -3 രണ്ടാമത്തെ നമ്പറിന്റെ സൈൻ മാറ്റണേ. വെറും 3 എന്ന് പറഞ്ഞാൽ മൈനസ് ആക്കണേ. ഇവിടെ മൈനസ് ഉണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ആവും. ഓക്കെ, അപ്പൊ നോക്കി ഈ 3 കണ്ടുന്ന റോയും പോയി കോളം പോയി കഴിഞ്ഞാൽ കണ്ടോ ബാക്കി 4 പേരെ കണ്ടോ? 2 1 x1. അപ്പൊ 2 ഇൻറ്റു 1 2 മൈനസ് x ഇൻറ്റു 1 x. മൂന്നാമത് ഈ 1 ഇൻറ്റു 1, ഈ 1 ഇൻറ്റു വെറും 1 എന്ന് പറഞ്ഞാൽ പ്ലസ്. അവിടെ സൈൻ മാറ്റണ്ട. അപ്പൊ രണ്ടാമത്തെ നമ്പറിന് മാത്രം എന്ത് മാറ്റിയാൽ മതി? സൈൻ മാറ്റിയാൽ മതി കേട്ടോ. ഈ 1 ഇൻറ്റു എന്ന് പറയുമ്പോൾ ഇതും പോയി കണ്ടോ. ബാക്കി 4 പേരെ കാണുന്നുണ്ട്. 2 7 xy 2 ഇൻറ്റു y 2y മൈനസ് എക്സിന് 7 7x ഈക്വൽ 0. ഇത് തെറ്റിച്ചാൽ കഴിഞ്ഞു. നിങ്ങൾ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് ഈ ഭാഗം. ഓക്കെ, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു. ഇവിടോട്ട് ചെയ്യാം. ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു 7 മൈനസ് y. 1 ഇൻറ്റു 7 7. 1 ഇൻറ്റു മൈനസ് y -3 ഇൻറ്റു 2 -6. -3 ഇൻറ്റു -x പ്ലസ് 3x. കറക്റ്റ് ആണല്ലോ. അടുത്ത 1 ഇൻറ്റു 2y. അടുത്ത 1 ഇൻറ്റു -7x -7x ഈക്വൽ എത്രയാണ്? 0. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു. ഈ എക്സ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു +3x ഉണ്ട്, -7x ഉണ്ട്. ഡിഫറൻറ്റ് സൈനിലാണ് എക്സുകൾ കിടക്കുന്നത് അല്ലേ? ഇത് +3ഉം -7ഉം. ഡിഫറൻറ്റ് സൈനിലാണെങ്കിൽ കുറച്ചേക്കണം. വലുത് നമ്പറിൽ നിന്നും ചെറിയ നമ്പർ എന്ന് പറഞ്ഞാൽ 7 നിന്നും 3 കുറച്ചാൽ 4x ആണ് അല്ലേ? എന്നിട്ട് വലിയ നമ്പറിന്റെ സൈൻ കൊടുക്കുമ്പോൾ ഇവിടെ മൈനസിന്റെ കണ്ടോ, 7ന്റെ സൈൻ മൈനസ് ആണല്ലോ വലിയ നമ്പർ, അതുകൊണ്ട് മൈനസ് കൊടുക്കണം. അപ്പൊ എക്സിന്റെ കാര്യത്തിൽ തീരുമാനമായി. y നോക്കിയാൽ -1y +2y, അതും ഡിഫറൻറ്റ്. അപ്പൊ 2 - 1 1 ആണ്, അത് +1y ആണ് കേട്ടോ.
വലിയ നമ്പർ 2ന്റെ സൈൻ എന്താണ്? പ്ലസ് ആണ്. നമ്പേഴ്സ് നോക്കിയാൽ ഇവിടെ ഒരു 7 ഉണ്ട്, ഇവിടെ ഒരു -6 ഉണ്ട്, +1 ഈക്വൽ എത്രയാണ്? 0. ഈ 2നെ ഇങ്ങോട്ടും കളഞ്ഞേക്കാം കേട്ടോ. അവന് ഇങ്ങനെ ചുമ്മാ കൊണ്ടുവന്നേ ഉള്ളൂ. 2 ക്രോസ് മൾട്ടിപ്പിൾ 0 ആയി കഴിഞ്ഞാൽ -4x + 1y എന്നുള്ള y +1 ഈക്വൽ എത്ര? 0. ഇത് മതി, ആൻസർ ആയി. ഇനിയും ചിലർക്കുണ്ട് ഈ -4x ഈ നെഗറ്റീവിനെ കണ്ട ഇച്ച് ചെയ്യുക, കളഞ്ഞേക്കാം. ദാറ്റ് ഈസ് 4x എഴുതുക, -y എഴുതുക, -1 എഴുതുക, 0 എന്ന് എഴുതുക, അത്രേ ഉള്ളൂ കേട്ടോ. എല്ലാത്തിനും സൈൻ ചേഞ്ച് ചെയ്തേക്കണം. ഇഷ്ടപ്പെട്ടല്ലോ? ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്തേക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട്. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.